കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ നേരിടുന്ന വികസന മുരടിപ്പുകൾക്കെതിരെ എംഎൽഎ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ബിജെപി. കോട്ടയം, കോഴിക്കോട്, നോർത്ത്, തൊടുപുഴ മണ്ഡലങ്ങൾ നേരിടുന്ന വികസന അപര്യാപ്തതകൾ ചൂണ്ടിക്കാട്ടിയാണ് ജനകീയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ബിജെപി സംസ്ഥാന നേതാക്കൾ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. മണ്ഡലങ്ങൾ നേരിടുന്ന വികസനാപര്യാപ്തതകൾ അക്കമിട്ട് നിരത്തി ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ബിജെപിയുടെ പ്രതിഷേധം. കോട്ടയത്തിന് അപമാനമായി പാതിവഴിയിൽ നിലച്ച ആകാശപാതയുടെ ഇരുമ്പ് തൂണുകൾ സ്ഥിതി ചെയ്യുന്ന ശാസ്ത്രി റോഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎയുടെ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രകോപനം കൂടാതെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി സി ജോർജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആകാശപാത 2014 പണി ആരംഭിച്ചത്. ഇപ്പോഴും ആ കുന്തം അവിടെ നിൽക്കുക, തുരുമ്പ് പിടിച്ച് 11 കൊല്ലമായി ആ ഇരുമ്പ് കൂട് ആ മുകളിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെയും അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയാത്ത എംഎൽഎ ആയി പ്രിയങ്കനായ തിരുവഞ്ചൂർ മാറിയിരിക്കുന്നത് എത്രയോ ദുഃഖകരമാണ്. അതായത് 2014 എന്ന് പറയുന്നത് 11 കൊല്ലമായിരിക്കുന്നു. മനസ്സിലായില്ല, 11-12 കൊല്ലമായി. അതിന്മേ കേസുണ്ടായല്ലോ. ആ കേസുണ്ടായപ്പോ രണ്ടും കണക്കാ, LDFും കണക്കാ, UDFും കണക്കാന്ന് പറയേണ്ടി വരും. തൊടുപുഴയിൽ ബിജെപി നോർത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഗാന്ധി സ്ക്വയറിൽ പോലീസ് തടഞ്ഞു. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ എംഎൽഎയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഓഫീസ് കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ബിജെപി കോഴിക്കോട് സിറ്റി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന സൗകര്യ അപര്യാപ്തതകൾ ഉൾപ്പെടെ മണ്ഡലങ്ങൾ നേരിടുന്ന വികസന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ബിജെപി നടത്തിയ പ്രതിഷേധ മാർച്ചുകൾക്ക് ജനങ്ങളുടെ വലിയ പിന്തുണയും ലഭിക്കുന്നുണ്ടെന്ന് നേതൃത്വം വ്യക്തമാക്കുന്നു. കോഴിക്കോട്, ഇടുക്കി ബ്യൂറോകൾക്കൊപ്പം ജനം, കോട്ടയം.